കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ പുതിയ പുതിയ വിശേഷങ്ങൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു വർഷ വന്നിട്ട് രേവതിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. താനും ശ്രീകാന്ത് തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ രേവതിക്ക്. അതും പറഞ്ഞ് വർഷം അങ്ങോട്ട് പോയി. പക്ഷെ രേവതിയുടെ നെഞ്ചിനോട് തീയ. സച്ചി അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു വന്നപ്പോ രേവതി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ നീ പറ. അല്ല ഞാൻ പിന്നെ പറയാം, മുറി വന്നിട്ട് പറയാന്ന് പറയാം. അങ്ങനെ മുറി വന്നു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. മുമ്പേ നീ ഇത് തന്നെയാണല്ലോ പറഞ്ഞ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് എന്ത് കാര്യം പറയാനുള്ളേ, പറയുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യരുത്. അത് പിന്നെ ഇപ്പോഴേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. നീ പറയാൻ പോകുന്ന കാര്യം നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ലോ. കാര്യം കേട്ട് കഴിഞ്ഞാലേ എനിക്ക് ചീത്ത പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ല അത് പിന്നെ ഞാന് കാര്യം എന്താന്ന് പറ. ഇന്നിവിടെ വർഷ വന്നിട്ടുണ്ടായിരുന്നു പറയാം. വർഷയോ? ഏത് വർഷ? അല്ല ശ്രീകാന്തിന്റെ ഫ്രണ്ട്, ആ മധുസൂദനൻ നായരുടെ. ഓ മനസ്സിലായി. അവളെന്തിനാ ഇവിടെ വന്നേ? അത് എന്നെ കാണാൻ വേണ്ടി വന്ന. അല്ല കണ്ടിട്ട് എന്താ പറഞ്ഞേ? നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് ശ്രീകാന്ത് വർഷയും തമ്മില് ഇഷ്ടത്തിലാണെന്ന്. ഇത് കേട്ട സച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ? അത് പറയാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വന്നല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞ അവളെ കാണല് സംസാരിക്കരുതെന്നൊക്കെ. എന്നിട്ട് അവളെ കണ്ട് വീണ്ടും അവളുമായിട്ട് പ്രണയത്തിലായേക്കുന്നു. ഈ സമയം രേവതി ഓടിപ്പോയി കഥ കടച്ചു. ദൈവമേ ഒന്ന് പതുക്കെ പറ. അമ്മയോ ശ്രുതി ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമോ. ഇത് കേട്ടതും സച്ചി പറഞ്ഞ്, കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ എന്ന് പറയാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർഷ പാവം കുട്ടിയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അതെ അന്ന് ഞാൻ ഡബ്ബി സ്റ്റുഡിയോയിൽ ചെന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഡബ് ചെയ്യാൻ അവസരമൊക്കെ തന്നാന്ന് പറയാം. ഓഹോ, അപ്പൊ അതുകൊണ്ട് അവള് പാവം നീ അങ്ങോട്ട് കണക്ക് കൂട്ടിയല്ലേ നീ ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുമായിട്ട് ഒരു കമ്പനിയും വേണ്ടെന്ന് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞ. എന്നിട്ട് എന്റെ വാക്കുകൾ കേൾക്കാതെ അവന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനോട് രണ്ടെണ്ണം പറയണമെന്ന് പറയാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ? ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യം. എന്താ ആലോചിക്കാനായിട്ട്? നീ വാ എന്റെ കൂടെ, നമുക്ക് കുറച്ച് സ്ഥലം വരെ പോവാന്ന് പറയാം. എങ്ങോട്ട്? വരാനല്ലേ പറഞ്ഞേന്ന് എന്നും ചോദിച്ച് രേവതിനെ കൊണ്ട് പോവാണ്. നേരെ ചെന്നത് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക്. ചെന്നോടനെ ശ്രീകാന്ത് അവിടെ ആൾക്കാർക്ക് സെർവ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു. ചെന്നിട്ട് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ അവളെ വിളിക്കരുതെന്ന്. ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചില്ലല്ലേ? അപ്പൊ എന്റെ വാക്കിന് പുല്ല് വിലയാ നീ കൽപ്പിച്ചിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, ഏട്ടൻ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടൻ ആരുടെ കാര്യം പറയണെന്ന് ചോദിക്കും. ഒന്നും അറിയത്തില്ലാത്തൊരു ഇള്ളാ കുഞ്ഞിനെ വന്നിരിക്കുന്നു. നീ വെറുതെ എന്റെ മുന്നിൽ അഭിനയിക്കണ്ടെന്ന് പറയാം. ഈ സമയം ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ആരുടെ കാര്യം എന്നറിയാവോ? ആ മധുസൂദനൻ നായരുടെ മോളുടെ കാര്യം, വർഷയുടെ കാര്യം. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ ഇവിടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് റെസ്റ്റോറന്റ് ആണ്, ഞാൻ ഇവിടുത്തെ സ്റ്റാഫ്. അതെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാം. ഈ സമയം രേവതി സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഇത് ഒരു മര്യാദ കാണിക്കണ്ടേ? അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇത്. അവിടെ ഒന്നിങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കമ്പനി മുതലാളി വെറുതെ ഇരിക്കത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം. അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് സച്ചു ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് സത്യം പറയടാ, നീയും അവൻ വർഷം തമ്മിൽ ഇഷ്ടത്തിലാണോന്ന് ചോദിക്കും. ഇത് കേട്ട ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞ. അല്ല അത് പിന്നെ ഏട്ടാ ഞാന് എടാ നിന്നോട് കിടന്ന് ഇങ്ങനെ പറയാനല്ല പറഞ്ഞേ, കാര്യം പറയാനാ പറഞ്ഞേ. അതേട്ടാ എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറയണം. ഓഹോ, അപ്പൊ നീ എന്റെ വാക്കുകൾക്ക് പുല്ല് വില പോലും തന്നിട്ടില്ല. നിന്നെ ഞാനെന്ന് പറഞ്ഞ അടിക്കാൻ അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് രേവതി ആ കയ്യിൽ കയറി പിടിച്ചു. സച്ചിയേട്ട വേണ്ടാന്ന് പറയണം. ശ്രീകാന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ നീ അതങ്ങോട്ട് പാടെ നുള്ളിക്കളഞ്ഞേരെ. കാരണം അവൾ ആരാന്നറിയാവോ? ആ ഫ്രോഡിന്റെ മകളാ. അവനെ പോലെ ഒരുത്തന്. എന്നെ മാത്രമല്ല നിന്റെ അച്ഛനെ നാണം കെടുത്തിയാൻ അവന്. അവന്റെ മോളെ കല്യാണം കഴിക്കണോ നിനക്ക്? വേണോന്ന് ചോദിക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛന് മര്യാദ കൊടുക്കത്തില്ല. ഉറപ്പായിട്ടുള്ള കാര്യ. അത് മാത്രമല്ല അയാൾ ഈ വിവാഹബന്ധത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല ശ്രീകാന്തെ. നീ അവളെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയാം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അല്ല സച്ചിയേട്ടാ അത് പിന്നെ ഇതുവരെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. പക്ഷെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു അവളെ വിളിക്കരുത് സംസാരിക്കരുതെന്നൊക്കെ.
പക്ഷേങ്കിൽ നീ അത് കേട്ടോ, അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചോദിക്കും. ഒരു പക്ഷേ അവള് നീ ഇല്ല ജീവിക്കാൻ പറ്റിയിരുന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കാം. ശ്രീകാന്ത് ഒരു നിമിഷം മിണ്ടാ നിൽക്കണം. അതാ നിന്നോട് ഞാൻ പറഞ്ഞേ, ഇനി മേലാല് അവളോട്ട് യാതൊരു കമ്പനിയും പാടില്ല. പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. കാരണം ഇത്രയും ആ പാവം മനുഷ്യന് എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയാം നമ്മളെ ഈ നിലയ്ക്ക് എത്തിച്ച്. എന്റെ കാര്യം പോട്ടെ, ഞാനും അങ്ങനെയായി തീർന്നു. പക്ഷെ നിന്റെ കാര്യത്തില് സുധിയുടെ കാര്യം അങ്ങനെയായി തീർന്നു. നിന്റെ കാര്യത്തിൽ ഒത്തിരി പ്രതീക്ഷയുണ്ട് അച്ഛന്. നീ ആയിട്ട് ആ പ്രതീക്ഷകൾ തറക്കരുത്. ദേ എന്റെ കല്യാണക്കാരൻ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാ പറയണേ നിന്റെ കല്യാണം, നീ ഇവിടെ കല്യാണം കഴിക്കണമെന്ന്. അച്ഛന്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടുകന്നെ, ഞാൻ മറ്റൊന്നും നോക്കിയില്ല. ഞാൻ ഇവളുടെ കഴുത്തിൽ താലി ആർത്തി. പക്ഷേങ്കിൽ നീ അങ്ങനെയല്ല, അറിയാലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അച്ഛൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയാം. അല്ല അത് പിന്നെ ഏട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. അച്ഛന്റെ മനസ്സ് നോവാനായിട്ട് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അറിയാലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. അങ്ങനെ എന്തേലും വാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സച്ചി ആരാ നീ അറിയൂന്ന് പറയാം. പിന്നീട് രേവതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ. വല്ലാത്തൊരവസ്ഥയായി പോയി ശ്രീകാന്തിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സച്ചിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? പിന്നീട് കാണിക്കുന്നേ രാത്രി സമയത്ത് രേവതി നല്ല ഉറക്കമാ. ഉറക്കത്തിന് സമയത്ത് സച്ചിക്ക് ഉറക്കം വരുന്നില്ല. സച്ചി ഇങ്ങനെ എഴുന്നേറ്റ് ആലോചിച്ചിരിക്കുക. കുറെ സമയം കഴിഞ്ഞിട്ട് രേവതിനെ വിളിച്ചു. രേവതി എഴുന്നേക്കാൻ പറയാ. എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. ഓ സച്ചേട്ടാ, പാതിരാത്രി സമയത്താണ് വിളിച്ച് കാര്യം പറയണേ. ദേ എനിക്ക് കിടന്ന് ഉറങ്ങണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം. അതൊക്കെ കിടന്നുറങ്ങാം. ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്ക്. എന്ത് കാര്യാ? അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശ്രീകാന്ത് അനുസരിക്കോ? ഇനിയിപ്പൊ ശ്രീകാന്ത് അവളെ കാണാൻ പോവാ വർഷേനെ. അവര് തമ്മിൽ ഇനിയും ബന്ധം ഉണ്ടാവുമെന്ന് ചോദിക്കുക. ഓ പാതിരാത്രി വിളിച്ചേൽപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? പാവ അച്ഛൻ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ശ്രീകാന്തിനെ കുറിച്ച് നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അവനെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടാൽ തന്നെ പ്രതീക്ഷകളോടിയാ. അവന് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹമൊക്കെ നടത്തി കൊടുക്കണമെന്ന് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ. വെറുതെ എന്തിനാ പാവം, അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കണ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സ് വേദനിക്കാനായിട്ട് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, അതെ സച്ചേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നത്തെ കാര്യമൊക്കെ പിന്നെ നേരം വെളുത്തിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയാം. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സച്ചി അങ്ങോട്ട് കിടക്കുവാണ്. പിന്നീട് നേരെ പരവരാ വെളുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി എഴുന്നേറ്റു. രേവതിനെ വിളിക്കുകയാണ്. എഴുന്നേക്കാൻ പറയാണ്. എന്താ? ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം, ആദ്യം നീ റെഡിയാവാൻ പറയാണ്. രേവതി പറഞ്ഞു, ഈ കൊച്ചു വളപ്പാങ്കാലത്ത് എങ്ങോട്ട് പോകാനാ സച്ചേട്ടാ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, നീ വരാൻ പറയാണ്. പിന്നീട് രേവതിനെ കൂട്ടി ഒരുക്കൊണ്ട് രാവിലെ തന്നെ പോവാണ്. അല്ല സച്ചേട്ടാ, നമ്മളിന്ന് എങ്ങോട്ടാ പോണേ? അതെ ശ്രീകാന്തിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, എന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ. ഒരു കാര്യം ചെയ്യാം, അത് അച്ഛനോട് ശ്രീകാന്തിനോടൊക്കെ പറ. ഇപ്പൊ അമ്മയാണ് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പൊ അമ്മ കൊണ്ടുവരുന്ന പെൺകുട്ടിയെ നല്ലതെങ്കിൽ ഏതാ ചേച്ചി നല്ലതെങ്കിൽ അത് സെലക്ട് ചെയ്ത് ചെയ്യാലോന്ന് പറയാം. ഇത് കേട്ട് സച്ചി പറഞ്ഞു, അമ്മ കൊണ്ടുവരുന്ന പെൺകുട്ടി എങ്ങനെയുള്ള നിൽക്കുന്ന നിനക്കറിയാലോ. അമ്മയ്ക്ക് പെണ്ണിനെയല്ല വേണ്ടത്, ഒരു ബൊമ്മേനെയാ വേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് പണം മാത്രം മതി. പണം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൊമ്മേനെ വേണേലും അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരാണ്ട് സമ്മതിക്കും. അതുകൊണ്ടാ പറഞ്ഞേ, അമ്മ കൊണ്ടുവരുന്നത് നോക്കണ്ട. ശ്രീകാന്തിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതിന് പറ്റിയൊരു പെണ്ണ് എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. എന്നാ എന്നോട് പറ, പെണ്ണ് ഏതാന്ന് ചോദിക്കുക. അതൊക്കെ ഞാൻ പറയാം എന്ന് പറയണേ. പിന്നീട് അങ്ങോട്ട് കുറെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പഴം വാങ്ങിയാലോന്ന് ചോദിക്കുക. പഴം അതെന്തിനാ? അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പഴങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുമോ. ഓറഞ്ചും ആപ്പിളും അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങുക. അങ്ങനെ നേരെ പോകുന്നേ രേവതിയെ വീട്ടിലേക്കാ. അവിടെ വീടിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി വെച്ചു, ഇതെന്താ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരുന്ന കാര്യം ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. ഓ അപ്പൊ സർപ്രൈസ് തന്നല്ലേ വീട്ടിൽ കൊണ്ടുവന്നല്ലേന്ന് ചോദിക്കാം. നീ ഇറങ്ങുന്ന പറയണം. അങ്ങനെ രേവതി ഇറങ്ങി, കൂടെ സച്ചി ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലുവാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആഹാ മോളോ, കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരും വരുന്ന കാര്യം ഒന്നും പറഞ്ഞു പോലുമില്ല. മോൾ ഇന്നലെ രാത്രി വിളിച്ചിട്ടും അമ്മയോട് ഈ കാര്യം പറഞ്ഞില്ലോ എന്ന് പറയാം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അതെ ഇവൾക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യം എന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ. പിന്നെ എന്ത് പറ്റി രാവിലേന്ന് ചോദിക്കുകയാണ്. അതെ അകത്തേക്ക് വാ, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയാണ്. പിന്നെ അകത്തേക്ക് അങ്ങോട്ട് കയറുക. ഈ സമയത്ത് രേവതി നീ ആ താമ്പൂലത്തട്ടി ഇങ്ങ് എടുത്തോണ്ട് വരാൻ പറയണം. അതെന്തിനാ? എടുത്തോണ്ട് വാ, ആ തട്ടിങ് എടുത്തോണ്ട് വരാൻ പറയാണ്. രേവതി ആ തട്ടം എടുത്തോണ്ട് വന്ന്. ഈ സമയം സച്ചി തന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിയും അതിൽ എണ്ണത്തേക്ക് വെച്ചു. പിന്നെ കുറച്ച് പൂവും കൂടെ അങ്ങോട്ട് വെച്ചു. ഈ സമയം
ഒന്നും മനസ്സിലായില്ല രേവതിക്കാണേലും. അതോടൊപ്പം തന്നെ ലക്ഷ്മിയമ്മയ്ക്കാണല്ലോ. രേവതി ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ? അതൊക്കെ ഉണ്ട് എന്ന് പറയണം. പിന്നീട് രേവതി അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് വന്ന് നിന്നു. ലക്ഷ്മിയമ്മയോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അതെ, അച്ഛന്റെ മുന്നിൽ നിന്ന് വേണം നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്ന് പറയാ. നല്ല കാര്യം? അതെന്ത് കാര്യ? അതൊക്കെ മനസ്സിലാവും. പിന്നീട് രേവതിയോട് നീ തട്ടെ പിടിക്കാൻ പറയണം. രേവതി തട്ടെ പിടിച്ചു. അവൻ രണ്ടുപേരും തട്ടെ പിടിച്ചിട്ട് സച്ചി പറഞ്ഞു, അമ്മേ അതെ, ശ്രീകാന്തിന്റെ കാര്യം അറിയാലോ. ശ്രീകാന്ത് നല്ല പഠിപ്പുള്ളവനാ. അവന് അധികം വൈകാതെ തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് അവന്റെ ആഗ്രഹം പോലെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ ഉള്ളത് അവനാണ്. കാരണം ഞങ്ങള് അച്ഛന് 3 മക്കളിലെ ഏറ്റവും നല്ലവൻ അവനാണ്. എന്റെ കാര്യം അറിയാലോ, ഞാൻ ചെറിയ ഊടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ശ്രീകാന്ത്. അവൻ നേരെ വാന്നുള്ള സ്വഭാവക്കാരനാ. ഈ സമയം രേവതി ചോദിച്ചു, അല്ല അതൊക്കെ എന്തിനാ സച്ചേട്ടാ ഇപ്പൊ പറയണെന്ന് നിൽക്കുക? കാര്യം ഉണ്ടെന്ന് പറയണം. പിന്നീട് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ഞാൻ കാര്യം പറയാം. അതെ, ഞാനിപ്പോ വന്ന് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ദേവുവിനെ ശ്രീകാന്തിന്റെ കല്യാണം ആലോചിച്ച് വന്നാന്ന് പറയണം. ദേവു ശ്രീകാന്തും തമ്മിലുള്ള കല്യാണം. അപ്പൊ അത് ആലോചിച്ച് വന്നാന്ന് പറയാം. ഈ താമ്പൂലിത്തട്ടം കൂടെ വാങ്ങിക്കാൻ പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം അന്തം വിട്ടു പോവാണ് ലക്ഷ്മിക്ക്. എന്നാന്ന് പോലും മനസ്സിലായില്ല. രേവതി പോലും ഞെട്ടിപ്പോയി. ഇതാണോ സച്ചേട്ടൻ മനസ്സിലുണ്ടായിരുന്ന കാര്യം? അല്ല, ഞാൻ പറഞ്ഞ കാര്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഈ തട്ടം കൂടെ വാങ്ങി വെക്ക്. നമുക്ക് ആ കല്യാണം കൂടെ ഉറപ്പിക്കാന്ന് പറയാം. പെട്ടെന്ന് രേവതി, സച്ചേട്ടാ നീ ഒന്നും പറയണ്ട, അമ്മ സംസാരിക്കട്ടെ എന്ന് പറയണം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, മോനെ നിനക്കറിയാവോ, ഇവളെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം തികഞ്ഞതിന് മുമ്പ് എന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. അറിയാവോ, ഇപ്പോഴാണെങ്കിൽ തന്നെ പാതിരാത്രി ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ചങ്കിനകത്ത് തീയാ. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കാരണം ചന്ദ്രമതി ചേച്ചിയുടെ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഓർത്തു വയ്ക്ക്. എന്റെ ശരത്ത് പണം മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനു മുമ്പോ ഞങ്ങൾക്ക് ധൈര്യത്തോടെ അവിടെ കയറി വരാൻ പറ്റുമോ? ഇതേ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതേ ഒരു ജീവിതം എന്റെ മോളുടെ തകർന്നു പോയി. ഇനി എന്റെ ദേവുവിന്റെ ജീവിതം കൂടെ തകരാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മോൻ രേവതിനെ നോക്കുന്നില്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ ആ കുടുംബത്തില് എന്റെ മോൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ആണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണുകൾക്കോ അവിടെ അവർ ജീവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അറിയത്തുള്ളൂ. കാരണം അമ്മായിമ്മ നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അറിയാലോ, ചന്ദ്രമതി ചേച്ചിക്ക് പണം മാത്രം മതി. ഞങ്ങളെ കൊണ്ട് അങ്ങനെ പണമൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിവില്ല. രേവതിയുടെ കല്യാണം തന്നെ ഒരു വിധത്തിൽ ഒപ്പിച്ച നടത്തിയത്. അതിന്റെ പേരിൽ ഇപ്പോഴും പഴി കേട്ടോണ്ടിരിക്കുക. ഇനിയിപ്പോൾ അവളുടെ കല്യാണം അധികം പൈസയും തന്നോ സ്വർണം തന്നോ വിടാനുള്ള ആസ്തിയില്ല. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോനെ, ഈ ബന്ധം എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. ഇതോടെ സച്ചി പറഞ്ഞു, അമ്മയൊന്ന് ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനല്ല മോനെ, എനിക്ക് എൻ്റെ മോളുടെ ജീവിതമാണ് വലുത്. ഇപ്പൊ തന്നെ രേവതിയെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടാതെ ഒരു ദിവസം പോലും ഇല്ല എനിക്ക്. അറിയാലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ ജീവിതം കൂടെ തകർക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. മോന് മറ്റൊന്നും വിചാരിക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ട് സച്ചിയോട്, ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ലമ്മേ. കാരണം ദേവുവിന് നല്ലൊരു ജീവിതം കിട്ടണം. അതുപോലെ തന്നെ ശ്രീകാന്തിനും. രണ്ടുപേരുടെ സ്വഭാവം നല്ലതെന്നറിയാം. അത്യാവശ്യം 2 പേർക്കും വിദ്യാഭ്യാസമുണ്ട്. ദേവു ആണെങ്കിലും നല്ല സ്വഭാവമാണ്. നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട്. വീട്ടിൽ വന്നാലും ചേർത്തി അനിയത്തി നല്ല രീതിയിൽ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് ഇഷ്ടമില്ലേ വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ താമ്പൂലത്തട്ടിനകത്ത് കൂടിനകത്തേക്ക് തന്നെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് രേവതി വരുന്നുണ്ടോ, ഞാൻ ഇറങ്ങുമെന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടതും പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, മോനെ അവിടെ നിൽക്കാൻ പറയണ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാം. പക്ഷെ സച്ചി നിന്നില്ല. സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാ. ഈ സമയം രേവതിയോട് പറഞ്ഞു, ഇതേ മോൻ എന്നോട് പിണങ്ങി പോയിരിക്കുക. അമ്മ അതൊന്നും കാര്യാക്കണ്ട. അതൊന്നും കുഴപ്പമില്ലെന്നേ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അമ്മ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യമെന്ന് പറയണം. ഇങ്ങനെ വേണം. എന്റെ കാര്യത്തിലും കൂടെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ദേവുവിന്റെ കാര്യത്തിലെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ലോ. നല്ല കാര്യമായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മ ചെയ്യുന്ന നല്ല കാര്യമാണെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങി പോവാ. ഈ സമയം വല്ലാത്തൊരു മാനസികാവസ്ഥയില് ലക്ഷ്മിയമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ ഇന്ന് കാണിക്കുന്ന വിശേഷങ്ങളെല്ലാം രാവിലെ തന്നെ ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്ന് കാണിക്കുന്ന വിശേഷങ്ങളാണ്. ഇതിന് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ്. ഇതിങ്ങനെ ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ വന്ന് ചോദിക്കും, ഇതെന്താ കാണിച്ചിട്ടില്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഒക്കെ പറയും. പിന്നെ ചിലർ പറയും ഇത് ഞങ്ങൾ മുമ്പേ കണ്ടാന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ചാനലിനകത്ത് ഈ വിശേഷം ഇടുന്നത്. കാരണം വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.